തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? പിടിവിട്. ഇല്ല സാറിനെ വിടാൻ. ഇല്ല പോടാ കൊരങ്ങ. നിങ്ങളെ പിടിവിടാനാ പറഞ്ഞത്. വേണ്ട, ഇവരോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ട. അമ്മേ, മോനെ, അമ്മ എന്തിനാ കരയുന്നത്? അമ്മയുടെ മോൻ ഇവിടെയൊക്കെ തന്നെ ഇല്ലേ? ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണം. ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. ഞാൻ പോയിട്ട് വരുന്നവരെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, കേട്ടല്ലോ? ശരി, നിങ്ങൾ എന്നോട് വാ. അടോ സാർ, ആന്റി, ഞങ്ങൾ പോയിട്ടെ ഇപ്പൊ വരാവേ. സർ, എന്താ നിങ്ങൾ ആ അംബികയെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്? അവര് പോലീസിനെ കണ്ട വയലന്റ് ആവും അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ മോൻ പോയി. അവൻ ഇനി വരില്ല. അവന്റെ അമ്മയെ കാണാൻ ഒരിക്കലും വരില്ല. ഞാൻ വന്നില്ലേ? മോനെ, നീ വന്നു. മോനെ, നീ പെട്ടെന്ന് എങ്ങോട്ടാ പോയേ? പോലീസിനെ കണ്ടപ്പം പേടിച്ചോടിപ്പോയതാണോ? പോലീസിനെ കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് മാറിയുന്നതാ. മോനെ, എന്തിനാ പോലീസ് അന്വേഷിക്കുന്നത്? നീ ആരെങ്കിലും കൊന്നോ? മോനെ, ഞാൻ വന്ന കാര്യം ആരോടും പറയരുത്. ഇല്ല മോനെ, മോനെ പറ്റി പോലീസിനോട് ഞാൻ ഒന്നും പറയില്ല. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് അമ്മ എന്നെ പോവാൻ അനുവദിക്കണം. നീ പോവാണോ? ഞാൻ പോയിട്ട് വരാം. ശരി മോനെ, മോൻ പോയിട്ട് വാ. ഞാൻ വരാൻ വൈകിയ അമ്മ കരയരുത്. ഇപ്പൊ കാണിച്ചതുപോലെ അവിവേകം കാണിക്കരുത്. ഇല്ല മോനെ, അമ്മ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്റെ മോനെ കണ്ടല്ലോ, അമ്മയ്ക്ക് സന്തോഷമായി. ഞാൻ പോയിട്ട് വരാം. ശരിക്കും അംബിക ആവശ്യപ്പെട്ടിട്ട് തന്നെയാണോ നിങ്ങളോട് വന്നത്? ഞങ്ങളത് പറഞ്ഞല്ലോ സർ. സാറിന് ഇക്കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ശാന്തിപാലിനെ വിളിച്ച് ചോദിച്ചാൽ മനസ്സിലാവുമല്ലോ. സാറ് ഗബ്രിസാറിനോട് ചോദിച്ചാൽ മതി. സാറും കൂടെ നിർബന്ധിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ പരിചയപ്പെട്ട നാള് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സൗന്ദര്യമാണോ സാർ? അയ്യോ, സൗന്ദര്യ സ്വതിക്ക് 5 സുന്ദരികൾ ദേവലോക സുന്ദരിമാരാണല്ലോ. പിന്നെന്താ സാർ ഉദ്ദേശിച്ചത്? നിങ്ങളോട് എന്ത് കാര്യം ചോദിച്ചാലും ആർക്കും സംശയം തോന്നാത്ത വിധം സംസാരിക്കാനേ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അങ്ങനെയാ സർ. ആരെന്ത് സംശയം ചോദിച്ചാലും ഞങ്ങൾ തീർത്തു കൊടുക്കും. ഞങ്ങളെ പഠിപ്പിച്ച സാർമാരുടെ സംശയം പോലും ഞങ്ങളാ തീർത്തു കൊടുക്കാറുള്ളത്. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. സാർ ആവശ്യപ്പെട്ട കാര്യം എന്തായിരുന്നു? ഞങ്ങളത് മറന്നുപോയി സാർ. ഈയിടെ പഠിക്കുന്ന കാര്യങ്ങൾ പോലും ഞങ്ങൾക്ക് ഓർമ്മ കിട്ടാറില്ല. നിനക്കൊക്കെ ഓർമ്മ കിട്ടാനുള്ള മരുന്ന് എന്തായാലും പോലീസിന്റെ കയ്യിലുണ്ട്.
പോലീസ് സ്റ്റേഷനിൽ മെഡിക്കൽ സ്റ്റോർ ഉണ്ടോ സാർ? ഏയ്, stop it. നിങ്ങളുടെ ഫ്രണ്ടിനെ പറ്റിയാ ഞാൻ പറഞ്ഞേ. ആരതി. ആരതിയോ? മോഴക്കുന്നിലെ ആരതി. ആരതിയെ എന്റെ മുമ്പിൽ ഹാജരാക്കണം. പറഞ്ഞു കേട്ടില്ലേ? ആരതി നിങ്ങൾ എപ്പോ ഹാജരാക്കും? അത് അവള് ആരതി ഇപ്പൊ സ്ഥലത്തില്ല സർ. ആരതിക്ക് ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ. എന്താ ആരതിക്ക് ഫോണില്ലേ? ഉണ്ട് സർ, ഫോണുണ്ട്. ഞങ്ങള് നമ്പർ സാറിന് സെൻഡ് ചെയ്തേക്കാം. ആരതിയുടെ നമ്പർ വാങ്ങി എനിക്ക് സെൻഡ് ചെയ്യണം. പടം. സാർ, അനു, നീ എന്തിനാ ആരതിക്ക് ഫോണുണ്ടെന്ന് അവരോട് പറഞ്ഞേ? പറഞ്ഞേ ഇപ്പൊ എന്താ കുഴപ്പം? നമുക്കില്ലാത്തൊരു ഫ്രണ്ടാണ് ആരതി. ആ ഫ്രണ്ടിന്റെ ഇല്ലാത്ത നമ്പർ നമ്മൾ എങ്ങനെ കൊടുക്കും? ഈ ഫോൺ ഇല്ലാന്ന് പറഞ്ഞാ പോരായിരുന്നോ? അങ്ങനെ പറഞ്ഞ പോലീസ് വിശ്വസിക്കും. നമ്മൾ പോലീസിനെ മണ്ടന്മാരാക്കണമെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ACPക്ക് സംശയം തോന്നുന്നതിന് മുൻപ് ഞാൻ അങ്ങനെ പറഞ്ഞതാ. ഇത് കുഴപ്പമാവും. അതെ, ACP ആരതിയുടെ നമ്പറിന് വേണ്ടി എന്നെ വിളിയോട് വിളിയായിരിക്കും. അനു, നീ ആ നമ്പർ എങ്ങനെ കൊടുക്കും? നമ്മള് ആരതിയുടെ ഫോൺ നമ്പർ കൊടുക്കും. എന്താ പ്രശ്നം? പോലീസ് പോയോ? എടാ, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്ക്. പോലീസ് ദേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഏയ്, പോലീസ് അവരുടെ ഡ്യൂട്ടി തീർത്ത് പോയില്ലേ? ഇനി നമുക്ക് പോവാം. എന്നാലും ACPയെ വിശ്വസിക്കാൻ പറ്റില്ല. ദേ, ഇവനെ ഒളിപ്പിച്ചു കൊണ്ടുപോവാ. വാ, വാ, പോ. വാ, വാ. ഇതിലേ പോയ ആരും ശ്രദ്ധിക്കില്ല. അയ്യോ, പതുക്കെ 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 വാ. ആരോ, നീ എങ്ങോട്ടും നോക്കരുത്. നേരെ നടന്ന് വണ്ടി കയറിക്കോ. മെല്ലെ വന്നാ മതി. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിട്ട് വരാം. വാ, വാ, വാ. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണം പോവാൻ.